കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത്, 6 people A, B, C, D, E and F live in a 7-story building where 1 floor is vacant but not necessary in the same order. അതായത് 6 പേരുണ്ട്, അവരൊരു 7 നില കെട്ടിടത്തിൽ താമസിക്കുക. അതിൽ ഒരു ഫ്ലോർ വേക്കൻ്റ്. ഗ്രൗണ്ട് ഫ്ലോർ ഇസ് നമ്പേർഡ് 1 ആൻഡ് ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ഇസ് നമ്പേർഡ് 7. ഏറ്റവും മേളിലത്തെ ഫ്ലോർ 7, പിന്നെ ഏറ്റവും താഴത്തെ ഫ്ലോർ 1. അപ്പോൾ നമുക്ക് ഫ്ലോറുകൾ അങ്ങ് മാർക്ക് ചെയ്യാം. 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ഇനി ഹിൻറ്റുകളാണ്. ഈ ലിവ്സ് ഓൺ ആൻ ഈവൻ നമ്പർ ഫ്ലോർ. ഒരു ഈവൻ നമ്പർ ഫ്ലോറിലാണ് ഈ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒന്നുകിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. എ ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ഇ. ഈയുടെ തൊട്ട് മുകളിലാണ് എ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിത് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ, അവിടെ നമുക്ക് ഹിൻ്റായിട്ട് എഴുതാം. ഈയുടെ തൊട്ട് മുകളിൽ എ. എഫ് ഡസ് നോട്ട് ലീവ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ എഫ് വരത്തില്ല. ദർ ആർ 2 ഫ്ലോർ ബിറ്റ്വീൻ എഫ് ആൻഡ് ഇ. എഫിനും ഇക്കും ഇടയ്ക്ക് 2 ഫ്ലോറുണ്ട്. ഓൺലി 1 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്. ബിക്കും എഫിനും ഇടയ്ക്കും ഒരാളേ ഉള്ളൂ. അപ്പോൾ എഫ് ഇവിടെ, എഫിനും ബിക്കും ഇടയ്ക്ക് ഒരാൾ. മോർ ദാൻ 1 പേഴ്സൺ ലിവ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. ബിക്കും ഇക്കും ഇടയ്ക്ക് മോർ ദാൻ 1 പേഴ്സൺ ഉണ്ട്. അപ്പോൾ ബിക്കും ഇക്കും ഇടയ്ക്കും മോർ ദാൻ 1. അപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അങ്ങനെ എത്ര ഉള്ളോ. മോർ ദാൻ 1 പേഴ്സൺ ബിറ്റ്വീൻ ബി ആൻഡ് ഇ. എഫ് ഡസ് നോട്ട് ലിവ് നിയർ വേക്കൻറ്റ് ഫ്ലോർ. വേക്കൻറ്റ് ഫ്ലോറിൻ്റെ അടുത്ത് എഫ് വരത്തില്ല. അപ്പോൾ എഫിൻ്റെ അടുത്ത് വേക്കൻറ്റ് ഫ്ലോർ വരത്തില്ല. ഡി ലിവ്സ് എബവ് സി. സിയുടെ മുകളിലാണ് ഡി താമസിക്കുന്നത്. സിയുടെ മുകളിൽ എവിടെയാണ് ഡി താമസിക്കുന്നത്. അറ്റ്മോസ്റ്റ് 2 people ലിവ് ബിറ്റ്വീൻ ഡി ആൻഡ് വേക്കൻറ്റ് ഫ്ലോർ. ഡിക്കും ഈ വേക്കൻറ്റ് ഫ്ലോറിനിടയ്ക്ക് അറ്റ്മോസ്റ്റ് 2 people. അതായത് വേക്കൻറ്റ് ഫ്ലോർ ഡി. അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മാക്സിമം 2. അപ്പോൾ മാക്സിമം 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0. ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഈ വെച്ചല്ലേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഈ തൽക്കാലം ഇവിടെയാണെന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം. ഇവിടെ ഈയുടെ തൊട്ട് മുകളിൽ എ. ഇനി ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എഫ്. ഈ ഇവിടെ താഴെ ഇടാൻ ഇടവില്ല. ബി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എഫ്. ഇനി എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി ഇടാൻ ഇടവില്ല. അപ്പോൾ എഫ് കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് ബി ഇവിടെ. എഫ് ഒന്ന് വൃത്തിയാക്കി എഴുതാം. ഇനി എഫിൻ്റെ അടുത്ത് വേക്കൻറ്റ് ഫ്ലോർ വരത്തില്ല. അപ്പോൾ എഫിൻ്റെ അടുത്ത് വേക്കൻറ്റ് വരത്തില്ല. അപ്പോൾ ഇവിടെ വേക്കൻറ്റ് വരത്തില്ല. ഇനി വേക്കൻറ്റ് ഇടാൻ ഒരിടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും വേക്കൻറ്റ്. ഇനി വേക്കൻറ്റിനും ഡിക്കും ഇടയ്ക്ക് 2, 1, 0 ഗ്യാപ്പാണ് ഉള്ളത്. സിയും ഡിയും കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് നോക്കാം. ഇപ്പോൾ സിയുടെ മുകളിലല്ലേ ഡി. ഇനി ഇടാൻ ഒരു ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡി ഇവിടെ, സി ഇവിടെ. ഡിക്കും വേക്കൻറ്റിനും ഇടയ്ക്ക് മാക്സിമം 2 ഫ്ലോറേ വരാൻ പാടുള്ളൂ. അപ്പോൾ 2, 1 അല്ലെങ്കിൽ 0. ഇവിടെ അതിൽ കൂടുതലില്ലേ, അതുകൊണ്ട് ഈ പോസിബിലിറ്റി തെറ്റാം. അപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളയാം. ഇനി അപ്പോൾ ഈ പോസിബിലിറ്റി തെറ്റാന്ന് മനസ്സിലായി. ഇനി ഈ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഈയുടെ തൊട്ട് മുകളിൽ എ. ഈ കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് എഫ്. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എഫ് ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം എഫ് താഴെ വരത്തില്ല. ഈ കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് എഫ് ഇവിടെ. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി ഇടാൻ ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതും തെറ്റാം. അപ്പോൾ നമുക്ക് ഉറപ്പായി ഈയുടെ സ്ഥലം ഇവിടെയാണ്. ഈയുടെ തൊട്ട് മുകളിൽ എ. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എഫ്. ഈ കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എഫ്. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി, അല്ലെങ്കിൽ എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി. നോക്കി, എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബിക്കും ഇക്ക് ഇടയ്ക്ക് മിനിമം 2 പേര് വേണം. ഇവിടെ ബിക്കും ഇക്ക് ഇടയ്ക്ക് ഒരാൾ പോലും ഇല്ലല്ലോ. അപ്പോൾ ബി ഇവിടെ വരത്തില്ല. എഫ് കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ബി ഇവിടെ. ഇപ്പോൾ ബിക്കും ഇക്ക് ഇടയ്ക്ക് മിനിമം 2 പേര്, മാക്സിമം എത്ര ആണല്ലോ വരാം. അപ്പോൾ കറക്റ്റാണ്. ഇനി എഫിൻ്റെ അടുത്ത് വേക്കൻറ്റ് ഫ്ലോർ വരത്തില്ല. അപ്പോൾ എഫിൻ്റെ അടുത്ത് വേക്കൻറ്റ് ഫ്ലോർ ഇവിടെ ഇടാൻ വരത്തില്ല. അപ്പോൾ വേക്കൻറ്റ് ഫ്ലോർ എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സിയുടെ മുകളിലാണ് ഡി വരുന്നത്. ഇനി സി ഡി ഇടാൻ ഇവിടെ സി, ഇവിടെ ഡി. ഡിക്കും വേക്കൻറ്റ് ഫ്ലോറിനിടയ്ക്ക് മാക്സിമം 2 ഫ്ലോറേ വരാൻ പാടുള്ളൂ. ഇവിടെ ഡിക്കും വേക്കൻറ്റ് ഇടയ്ക്ക് 1 ഫ്ലോർ പോലും ഇല്ല. അപ്പോൾ കറക്റ്റായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആയോ? ഇത് വലിയ പാടൊന്നും ആയിരുന്നില്ല. ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പസിലാണത്.
നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു പ്രശ്നമാണ്. 2-3 പോസിബിലിറ്റി വന്നെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻ ആക്കിയില്ല, പെട്ടെന്ന് നമുക്ക് തെറ്റാന്ന് മനസ്സിലാവുകയും ചെയ്തു. ക്ലിയർ ആയല്ലോ? അടുത്തേക്ക് പോകാം. Aman travels to 5 different countries, that is Iran, Kuwait, Africa, UK and Israel, one after the other, but not necessary in the same order, by 5 different airlines. ഓക്കെ, അമൻ എന്ന് പറഞ്ഞിട്ടൊരാൾ 5 കൺട്രീസിട്ട് പോവാണ്, ഓൺ വൺ ആഫ്റ്റർ ദ അതർ ബൈ 5 ഡിഫറെൻറ്റ് എയർലൈൻസ്. ഓക്കെ, പുള്ളി 5 കൺട്രീസിലേക്ക് 5 എയർലൈൻസ് യൂസ് ചെയ്ത് പോവാണ്. ഹീ ട്രാവൽസ് ടു ഓൺലി 1 കൺട്രി ബിഫോർ UK. ഓക്കെ, അപ്പോൾ ഒരു ഓർഡറുണ്ട്, ഓർഡറിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഹിന്ദികൾ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ UK കാര്യം പറയുന്നുണ്ട്, UK ഇൻഡിഗോ, എയർ ഏഷ്യ ഇൻഡിഗോ, UK എയർ ഏഷ്യ ഇസ്രയേൽ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഹീ ട്രാവൽസ് ടു ഓൺലി 1 കൺട്രി ബിഫോർ UK. UK മുമ്പ് ഒറ്റ കൺട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യത്തെ കൺട്രി, അത് കഴിഞ്ഞിട്ട് UK. മൊത്തം 5 കൺട്രി അല്ലേ ഉള്ളത്. അപ്പോൾ 1, 2, 3, 4, 5. He travels to only 1 country between UK and to country to which he travels by Indigo. UKക്കും ഇൻഡിഗോയ്ക്കും ഇടയ്ക്ക് ഒറ്റ കൺട്രി ഉള്ളൂ. ഇപ്പോൾ UK 1 കഴിഞ്ഞിട്ട് ഇൻഡിഗോ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ UK കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ഇൻഡിഗോ. നമുക്ക് ഈ സൈഡിൽ കൺട്രിയും ഈ സൈഡിൽ എയർലൈൻസുമായിട്ട് ചെയ്ത് പോകാം. ഇനി ഹീ ട്രാവൽസ് ബൈ എയർ ഏഷ്യ ബിഫോർ ഹീ ട്രാവൽസ് ബൈ ഇൻഡിഗോ. അപ്പോൾ ഇൻഡിഗോയിൽ പോകുന്നതിന് മുമ്പ് എയർ ഏഷ്യയിൽ പോകും. അപ്പോൾ ഇൻഡിഗോയ്ക്ക് മുമ്പാണ് എയർ ഏഷ്യ. ഓക്കെ, ഹി ഡസ് നോട്ട് ട്രാവൽ ടു UK ബൈ എയർ ഏഷ്യ. UKയിൽ എയർ ഏഷ്യ വരത്തില്ല. അപ്പോൾ പിന്നെ ഇവിടെയായിരിക്കും എയർ ഏഷ്യ വരുന്നത്. ഹി ട്രാവൽസ് ബൈ എയർ ഏഷ്യ ആഫ്റ്റർ ഹി ട്രാവൽസ് ടു ഇസ്രയേൽ. ഇസ്രയേലിന് ശേഷമാണ് എയർ ഏഷ്യ വരുന്നത്. അപ്പോൾ നോക്കി, ഇസ്രയേലിന് ശേഷം എയർ ഏഷ്യ തന്നെ. ഇപ്പോൾ എയർ ഏഷ്യ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇസ്രയേൽ ഇവിടെ ഇടാം. എയർ ഏഷ്യ ഇവിടെ ഇടാൻ പറ്റത്തില്ല. എയർ ഏഷ്യ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇസ്രയേൽ അതിൻ്റെ മേളിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, എയർ ഏഷ്യ ഇവിടെയാണ്, ഇസ്രയേൽ ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഓക്കെ. UKയും ഓക്കെ. ഹി ട്രാവൽസ് ടു ആഫ്രിക്ക ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹി ട്രാവൽസ് ടു ഇറാൻ. ഇറാനിന് ശേഷമാണ് ആഫ്രിക്ക വരുന്നത്. അത് ഇറാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്തത് ആഫ്രിക്ക. അപ്പോൾ ഇറാൻ്റെ തൊട്ട് താഴെ ആഫ്രിക്ക. ഹി ഡസ് നോട്ട് ട്രാവൽ ടു ഇറാൻ ബൈ എയർ ഏഷ്യ. എയർ ഏഷ്യയിൽ അല്ല ഇറാനിൽ പോകുന്നത്. അപ്പോൾ നോക്കി, ഇറാൻ്റെ തൊട്ട് താഴെ ആഫ്രിക്ക വരണം. ഇറാൻ ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇറാനിന് ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇറാൻ ഇവിടെ, ആഫ്രിക്ക ഇവിടെ. അപ്പോൾ അതും ഓക്കെ. ഇനി കൺട്രീസിൽ ഒരു കൺട്രി മാത്രമേ ഇടാനുള്ളൂ. അതേതാ? കുവൈറ്റ്, ആഫ്രിക്ക, UK, ഇസ്രയേൽ. കുവൈറ്റ് ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഹി ഡസ് നോട്ട് ട്രാവൽ ടു ഇറാൻ ബൈ എയർ ഏഷ്യ. ഹി ട്രാവൽസ് ബൈ വിസ്താര ആഫ്റ്റർ ഹി ട്രാവൽസ് ടു കുവൈറ്റ്. കുവൈറ്റിന് ശേഷം പുള്ളി വിസ്താരയിൽ ട്രാവൽ ചെയ്യും. കുവൈറ്റ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. കുവൈറ്റിന് ശേഷം വിസ്താരയിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ താഴെ ഇനി ഒരു ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ വിസ്താര. ഹി ട്രാവൽസ് ബൈ ഗോ എയർ ബിഫോർ ഹി ട്രാവൽസ് ബൈ സ്പൈസ് ജെറ്റ്. സ്പൈസ് ജെറ്റിന് മുമ്പ് ഗോ എയറിൽ പോവും. ഇവിടെ 2 ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ സ്പൈസ് ജെറ്റ്, ഇവിടെ ഗോ എയർ. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതും ഒരു ECT മോഡൽ ലെവൽ ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ടൊന്ന് ചെയ്യാം. പക്ഷേ എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രഷറിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടൊന്ന് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തിലേക്ക് പോകാം. 7 students FGH, IJK and L are going to school on different days of week starting from Sunday to Saturday. ഓക്കെ, 7 പിള്ളേർ സ്കൂളിൽ പോവും. സൺഡേ ടു സാറ്റർഡേ ആണ് പോകുന്നത്. അതായത് അവരുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൺഡേയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഓർഡർ അങ്ങ് എഴുതി വയ്ക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ഹിൻഡുകൾ എന്തൊക്കെയാണ്? എഫ് ഡസ് നോട്ട് ഗോ ടു സ്കൂൾ ബിഫോർ വെനസ്ഡേ. അപ്പോൾ വെനസ്ഡേക്ക് മുമ്പ് എഫ് പോകത്തില്ല. അപ്പോൾ എഫ് വെനസ്ഡേക്ക് മുമ്പ് പോകത്തില്ല. അപ്പോൾ എഫ് ഒന്നുകിൽ വെനസ്ഡേ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും. ഓക്കെ, ഐ ഗോസ് ടു സ്കൂൾ 3 days ബിഫോർ കെക്ക് 3 ദിവസം മുമ്പാണ് ഐ പോകുന്നത്. അപ്പോൾ കെ ഇവിടെയാണെങ്കിൽ കെക്ക് 1 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ്,
3 ദിവസം മുമ്പ്. അതായത് കെയ്ക്കും ഐക്കും ഇടയ്ക്ക് 2 പേരുണ്ട്. കെയുടെ മേളിലാണ് ഐ വരുന്നത്. എച്ച് ഓർ ജെ ഗോസ് ടു സ്കൂൾ ഓൺ മൺഡേ. മൺഡേയിൽ എച്ചും വരത്തില്ല, ജെയും വരത്തില്ല. എൽ ഡസ് നോട്ട് ഗോ ടു സ്കൂൾ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ആദ്യത്തെ ദിവസം എല്ല് പോകത്തില്ല, അതായത് സൺഡേ എല്ല് പോകത്തില്ല. ജി ഗോസ് ടു സ്കൂൾ ഇമ്മീഡിയറ്റ്ലി ബിഫോർ എഫ്. എഫിന് തൊട്ട് മുമ്പാണ് ജി പോകുന്നത്. ഐ ഡസ് നോട്ട് ഗോ ടു സ്കൂൾ ഓൺ മൺഡേ. മൺഡേ ഐയും പോകത്തില്ല. ഓൺലി 2 സ്റ്റുഡൻറ്റ് ഗോ ടു സ്കൂൾ ബിഫോർ ജി ആൻഡ് എൽ. ജിക്കും എല്ലിനും ഇടയ്ക്ക് 2 പേരേ ഉള്ളൂ. എച്ച് ആൻഡ് ജെ ഗോസ് ടു സ്കൂൾ ബിഫോർ ഐ. ഐക്ക് മുമ്പാണ് എച്ചും ജെയും പോകുന്നത്. അപ്പോൾ ഐക്ക് മുമ്പ് എച്ചും ജെയും. കെ ഗോസ് ടു സ്കൂൾ ആഫ്റ്റർ ജി. ജിയുടെ ശേഷമാണ് കെ പോകുന്നത്. അപ്പോൾ ജിക്ക് ശേഷമാണ് കെ ഇത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹിൻ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടേ ഹിൻ്റുകളിൽ തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ടേ നമ്മൾ ഇവിടെ പോസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കിവിടെ എഫിന് 4 പോസിബിൾ പ്ലേസ് ഉണ്ട്. ഓക്കെ, നമുക്കെല്ലാം പെട്ടെന്നോട്ടൊന്ന് ചെയ്തു പോവാം. എഫ് ഇപ്പോൾ ആദ്യം ഇവിടെയാണെന്ന് വിചാരിക്കുക. എഫ് ഇവിടെ, എഫിൻ്റെ തൊട്ട് മുകളിൽ ജി. ഇനി ജിയുടെ താഴെയാണ് കെ. ജിയുടെ താഴെ എവിടെയോ ആണ് കെ, അതവിടെ കിടക്കട്ടെ. ജി കഴിഞ്ഞ് 2 കഴിഞ്ഞ് എല്ല്. ജി കഴിഞ്ഞ് 2 കഴിഞ്ഞ് എല്ല് മേളിൽ പോകത്തില്ല. അപ്പോൾ ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല് ഇവിടെ. ഇനി ജിയുടെ അടിയിൽ എവിടെയാണ് കെ. ഇപ്പോൾ കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കെയുടെ മേളിൽ 2 കഴിഞ്ഞിട്ട് ഐ. കെയുടെ മേളിൽ 2 കഴിഞ്ഞിട്ട് ഐ ഇവിടെ ഇടാൻ പറ്റുമോ? ഇല്ല. ഇനി കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കെയുടെ മേളിൽ 2 കഴിഞ്ഞിട്ട് ഐ ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായി, നമ്മുടെ പോസിബിലിറ്റി തെറ്റാം. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ഈ പോസിബിലിറ്റി പോയി. ഇനി എഫ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ മേളിൽ ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല്. ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ഒന്നുകിൽ എല്ല് ഇവിടെ, അല്ലെങ്കിൽ ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല് ഇവിടെ. ഇനി ജിയുടെ അടിയിലാണ് കെ വരുന്നത്. അപ്പോൾ ജിയുടെ അടിയിൽ കെ. ഇനി കെയുടെ മേളിൽ 2 കഴിഞ്ഞിട്ട് ഐ. കെ ഇവിടെ, കെയുടെ മേളിൽ 2 കഴിഞ്ഞിട്ട് ഐ ഇവിടെ. ഇനി ഐയുടെ മേളിലാണ് എച്ചും ജെയും വരുന്നത്. അപ്പോൾ ഐ ഇവിടെ, മേളിൽ എച്ചും ജെയും. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ജെ ഇവിടെ, പക്ഷേ എച്ച് ഇവിടെ കയറത്തില്ല. എച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ജെ ഇവിടെ, ജെ ഇവിടെ കയറത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ പോസിബിലിറ്റിയും തെറ്റാണ്. ഇത് പോയി. ഇനി എഫ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എഫിൻ്റെ മുകളിൽ ജിയുടെ താഴെ കെ. ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല്. ജി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് എല്ല് ഇവിടെ ഇടാലോ, കുഴപ്പമില്ല. ഇനി കെയുടെ മുകളിൽ 2 കഴിഞ്ഞിട്ട് ഐ. കെയുടെ മുകളിൽ 2 കഴിഞ്ഞിട്ട് ഐ ഇവിടെ. ഓക്കെ, ഇനി ഐയുടെ മുകളിലാണ് എച്ചും ജെയും ഇവിടെ കയറത്തില്ല. അപ്പോൾ ഒന്നുകിൽ എച്ച് ഇവിടെ, അല്ലെങ്കിൽ ജെ ഇവിടെ, അല്ലെങ്കിൽ ജെ ഇവിടെ, എച്ച് ഇവിടെ. ഓക്കെ, കറക്റ്റാണല്ലോ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഇനി എഫിന് ഒരു പോസിബിലിറ്റിയും കൂടെ കിടപ്പുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇത് കൺഫേം ആവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എഫ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ മുകളിൽ ജിയുടെ അടിയിലാണ് കെ വരുന്നത്. ജിയുടെ അടിയിൽ കെ ഇടാൻ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എഫിൻ്റെ സ്ഥലം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. കാരണം ഒരുപാട് കൺഫ്യൂഷനൊന്നും ഇല്ലെങ്കിലും കുറേ പോസിബിൾ പ്ലേസ് വന്നതുകൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാണ്ട് ഇച്ചിരി സമയം എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.